കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയത് സാമുദായിക അവഗണനയാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. VM സുധീരനും ഇതേ കാരണത്താൽ അവഗണിക്കപ്പെട്ടു. നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ പോലും മത്സരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി നിരവധി പേർ ശിവഗിരിയെ സമീപിക്കുന്നുണ്ടെന്നാണ് വിമർശനം. എന്നാൽ ഇത് സ്വാമി സച്ചിദാനന്ദയുടെ മാത്രം അഭിപ്രായമാണെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം. കേരളത്തിന്റെ ഭരണതലം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ കിടന്ന് കറങ്ങുന്നതിൽ നമുക്ക് കേരളം 2-3 നേതാക്കന്മാർ ചുറ്റുമിരുന്ന് ഞങ്ങൾ കേരളത്തെ ഭരിക്കണം, ആര് ഭരിക്കണം, ഞാൻ ഭരിക്കണമോ നീ ഭരിക്കണമോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കെ സുധാകരനെ പോലെ VM സുധീരനെ പോലെയുള്ള ആളുകൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുവെന്ന ദേശീയ അധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, അത് പലരും പറഞ്ഞിട്ടില്ലേ, പലരും പറഞ്ഞു. ഞാനതിലും എന്നോട് ചോദിക്കേണ്ട ഉത്തരം. അർജുൻ മറ്റൊരു വിവരങ്ങളുമായി. അർജുൻ, ഈ വേദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത് സ്വാമി സച്ചിദാനന്ദ. അവിടെ വെച്ച് എന്തെങ്കിലും സുധാകരൻ പറയുന്നുണ്ടോ? കോൺഗ്രസ് ഈഴവരെ അവഗണിക്കുന്നു എന്നൊരു പരാതിയാണ് അവിടെ ഉയർന്നത്. റോഷ്നി, KPCC മുൻ അധ്യക്ഷൻ കെ സുധാകരനും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും പങ്കെടുത്ത പരിപാടിക്കിടെയാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിലപാട് വ്യക്തമാക്കിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിയത് സമുദായത്തോടുള്ള അവഗണനയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ സുധാകരനെ മാറ്റിയത്. എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം കെ സുധാകരന് ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. VM സുധീരനെ തടഞ്ഞതും സമാനമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. 4-5 വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടപ്പോൾ സമുദായം നേരിടുന്ന ഈ അവഗണനയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞതാണ്. അന്ന് കെ ബാബു മാത്രമാണ് കോൺഗ്രസിൽ MLA ആയി ഉണ്ടായിരുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഇത്തരം പരാതികൾ ഉയരുന്നുണ്ട്. നിരവധി പേരാണ് ഒരു വാർഡിൽ പോലും മത്സരിക്കാൻ കഴിയുന്നില്ല, അവഗണന നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിവഗിരി മഠത്തെ ബന്ധപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ അഭിപ്രായം ഈ സ്വാമി സച്ചിദാനന്ദ